ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡില് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ 10th ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ആനന്ദ് നാഥ് MS ആണ് നമ്മളോട് കൂടി ഉള്ളത്. നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് ആനന്ദിന്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം. അപ്പം ആനന്ദ് ഫൗണ്ടേഷൻ മുതലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? 8ാം ക്ലാസ് മുതൽ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ക്ലാസ്സുകളുടെ ആ ഒരു ജേണി? ഫൗണ്ടേഷൻ ഒക്കെ ഓൺലൈൻ ആയിരുന്നു. അപ്പോൾ ഓൺലൈൻ ആയെങ്കിലും നന്നായിട്ടൊക്കെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഫൗണ്ടേഷൻ ഒക്കെ ആകുമ്പോൾ +1 കാര്യങ്ങളൊക്കെ കൂടുതൽ അവര് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടുതൽ നന്നായിട്ട് പഠിച്ചാൽ ഇപ്പോൾ +1 പഠിക്കാൻ നല്ല എളുപ്പമാണ്, കുറച്ചുകൂടി എളുപ്പമാണ്. നേരത്തെ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഫൗണ്ടേഷൻ ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയാണ് ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് എങ്ങനെയൊക്കെയായിരുന്നു അത് യൂസ്ഫുൾ ആയത്? ക്ലാസ് ഒക്കെ ഓൺലൈൻ ഒക്കെ ഫൗണ്ടേഷൻ ഒക്കെ ക്ലാസ് ഒക്കെ ഓൺലൈൻ ഒക്കെ ആയതുകൊണ്ട് റെക്കോർഡഡ് സെക്ഷൻ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ക്ലാസ് ഒക്കെ കാണായിരുന്നു, ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും കാണാമായിരുന്നു. അങ്ങനെ അതൊക്കെ ഫെസിലിറ്റി ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ടീച്ചേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ. ക്ലാസ് ടീച്ചറൊക്കെ നന്നായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാക്കൽറ്റിമാരായാലും നമുക്ക് അവരുടെ നമ്പറൊക്കെ അവര് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അവരെ നമുക്ക് വാട്സപ്പിലൊക്കെ വിളിച്ചാലും അവരൊക്കെ ഡൗട്ടൊക്കെ പറഞ്ഞു തരാറുണ്ട്. എങ്ങനെയാണ് മോന് ബ്രില്യന്റിൽ ചേരാനുള്ള എങ്ങനെയാണ് അത് ബ്രില്യന്റിലോട്ട് വന്നത്? 8ാം ക്ലാസ്സിലാണ് ഞാൻ ബ്രില്യന്റിൽ ചേർന്നത്. അതിനു മുമ്പൊക്കെ കുറെ എങ്ങനെയാ അറിഞ്ഞ ബ്രില്യന്റിൽ ഇങ്ങനെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ എങ്ങനെയാണ്? അത് കുറെ അല്ലാതെ കേട്ടിട്ടുണ്ട്, അല്ല റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ യൂട്യൂബിലൂടെയും ന്യൂസ് പേപ്പറിലൂടെയും ഒക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ അറിഞ്ഞു. അപ്പൊ ഇതുപോലെ BSOയിൽ ഇങ്ങനെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് ഇത്രയും ₹1,00,000 സമ്മാനമൊക്കെ കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ആഗ്രഹം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സില് 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിന്റെ അത്രയ്ക്ക് BSOയുടെ അത്ര നല്ല റാങ്കില്ലായിരുന്നു. പക്ഷെ 10ാം ക്ലാസ് ആയപ്പോ നല്ല എക്സാം ഒക്കെ നന്നായിട്ട് എഴുതാൻ പറ്റി. സ്റ്റേജ് 1 ഒക്കെ നന്നായിട്ടൊന്നും എഴുതാൻ പറ്റിയില്ല, പക്ഷെ സ്റ്റേജ് 2 അടിപൊളിയായിട്ട് എഴുതാൻ പറ്റി. അങ്ങനെ എക്സാം കഴിഞ്ഞപ്പോ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നല്ല റാങ്ക് കിട്ടുമെന്ന്. ആരാണ് പറഞ്ഞത് BSOന്റെ കാര്യം? എങ്ങനെയാ അറിഞ്ഞത്? ഫൗണ്ടേഷൻ ഉള്ളതുകൊണ്ടാണോ? ഫൗണ്ടേഷൻ ഉള്ളതുകൊണ്ടാണ് അറിഞ്ഞത്. ക്ലാസ് ടീച്ചറൊക്കെ അല്ലാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലാതെ അവരുടെ സൈറ്റിലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ അറിഞ്ഞു. അപ്പം ഇത്രയൊരു മാർക്കൊക്കെ കിട്ടി, അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് പ്രൈസ് ഒക്കെ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഫ്യൂച്ചറിലെ പ്ലാൻസ് ഒക്കെ? എന്താണ് ഫ്യൂച്ചറിൽ? എനിക്ക് നല്ലൊരു IIT-യില് കയറാനാണ് ആഗ്രഹം. അതിന്റെ കൂടുതൽ ഏതെങ്കിലും ഒരു കോളേജ് ഇങ്ങനെ എയിം ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇന്ന കോളേജിൽ പഠിക്കണം അല്ലെങ്കിൽ ഇന്ന കോഴ്സിന് പോകണം എന്നൊക്കെ എങ്ങനെ ആഗ്രഹിച്ചു വെച്ചിട്ടുണ്ടോ? അത്രയ്ക്ക് തീരുമാനിച്ചില്ല. എന്തായാലും IIT തന്നെയാണ് ലക്ഷ്യം. ഇപ്പൊ മാന്നാനത്ത് IIT ബാച്ചില് പഠിക്കുകയാണ്, +1 നല്ല ഫാക്കൽറ്റി ഒക്കെ നല്ല കോച്ചിങ് ഒക്കെയാണ്. അപ്പൊ നല്ല IIT ഒക്കെ നന്നായിട്ടൊക്കെ എൻട്രൻസിനൊക്കെ നല്ല റാങ്ക് കിട്ടുന്നൊക്കെ ഒരു കോൺഫിഡൻസ് ഇപ്പൊ ഉണ്ട്. ഓക്കെ. അപ്പം ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് തന്നെ ഉണ്ടോ? ഇപ്പൊ മെക്കാനിക്കൽ ആണോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആണോ? ഏതിലേലും ഇങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടോ? അത്രയ്ക്ക് തീരുമാനിച്ചില്ല, അത് വഴിയെ തീരുമാനിക്കുള്ളൂ. അപ്പം എങ്ങനെയാണെങ്കിലും നമ്മുടെ ബ്രില്യൻ ഫാമിലിയിൽ ഇപ്പോൾ ഉണ്ട്. അപ്പം എല്ലാവിധ ആശംസകളും ഈ ഫ്യൂച്ചറിലേക്കാണെങ്കിലും ഉദ്ദേശിച്ച പോലെ ഒരു IIT-യിലും അല്ലെങ്കിൽ ഒരു കോഴ്സിലൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.